ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നെതർലാൻഡ്സിലാണ്. നെതർലാൻഡ്സിൽ ഇത് ഇവിടുത്തെ പോലീസുകാർ ചുമ്മാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്, അതായത് കാലത്തെ നമ്മളിന്ന് വെളുപ്പിന് 4:30 വണ്ടി എടുത്താണ്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണി. നമ്മൾക്കപ്പോൾ കാലത്ത് നമുക്ക് ലോഡ് ഇറക്കാനുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന്, അതായത് നമ്മൾ ഇന്നലെ വണ്ടി എടുത്തിട്ട് ബെൽജിയത്തിലാണ്. എന്നിട്ട് ഇന്ന് കാലത്ത് 4:30 വണ്ടി എടുത്തു. ഒരു 200 കിലോമീറ്റർ അടുത്ത് നമ്മൾ 200 കിലോമീറ്റർ അടുത്തല്ല, 200 മേലെ ഒരു 230 എന്നിട്ട് ലോഡ് കയറ്റാൻ വന്നു. ലോഡ് ഇറക്കി. അതിനുശേഷം അവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ വേറെ സ്ഥലത്ത് ലോഡ് ഇറക്കാണ്ടായിരുന്നു. അങ്ങനെ അവിടെയും ലോഡ് ഇറക്കി. അതിനുശേഷം നമ്മൾ റയോൺമോണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ലോഡ് കയറ്റാൻ വേണ്ടി നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു കൊറിയർ സർവീസിന്റെ ലോഡ് എടുക്കാൻ പോവാം. കൊറിയർ സർവീസ് കൊണ്ട് കാര്യമില്ല, മെഡിക്കലിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ലോഡാണ്. Take exit 44 St. Just. In 400 meters, at the roundabout, take the third exit onto N276. ഇവിടുന്ന് നമുക്കിനി അടുത്ത ഹൈവേ എടുക്കണമെന്ന് തോന്നുന്നു. Gira a la derecha en la número 276, después gira a la izquierda por la segunda calle. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റൂട്ട് എനിക്ക് ചെറിയ രീതിയിൽ ഓർമ്മയുണ്ട്. Exit the roundabout onto N276. In 600 meters, turn left onto the A73 ramp to Roermond, Venlo. ഇവിടെ നിന്നും ഇത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇതും കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇടത്തോട്ട് കയറി പോണം. നമുക്ക് Turn left onto the A73 ramp. In 500 meters, merge onto A73. നമ്മളോടൊപ്പം പറഞ്ഞേക്കണത് ഇന്ന് 3 മണിക്കകത്ത് ലോഡ് കയറ്റണം എന്നാണ് പറഞ്ഞത്. അവൻ നമുക്ക് അടവയ്ക്കും. അത് കഴിഞ്ഞപ്പോൾ അവനങ്ങനെ ചവിട്ടി. Continue on A73 for 10 kilometers. Sigue por la 73. പുള്ളി ഞാനത് അപ്പുറത്തോടെ കയറാണ്ടിരിക്കാൻ വേണ്ടി ആക്സിഡൻറ്റ് കൊടുത്ത് ഞാൻ കയറില്ല എന്ന് കണ്ടപ്പോൾ അവനൊന്ന് ചവിട്ടിയതാ. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. കാരണം 3 മണിക്കകത്ത് ലോഡ് കയറണം എന്ന് പറഞ്ഞാണ്. ഇന്ന് കയറ്റിയില്ലെങ്കിൽ
2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനിയപ്പോൾ ഒരു 8 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഔട്ട് എടുക്കണം. നെതർലാൻഡ്സിൽ മൊത്തത്തിൽ ട്രക്കുകളുടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 80 ആണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ റഡാറുകളുണ്ടാവും, അത് നോക്കിയും കണ്ട് പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഇന്നലെ ഓട് കയറ്റണം. ഇനി 55 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ ലോഡ് കയറ്റാം. പിന്നെ ഇന്ന് ഓടിക്കാനായിട്ട് ഒരു 2 മണിക്കൂറും കൂടെ ഉള്ളൂ ടൈം. അത് കഴിഞ്ഞാൽ വണ്ടി ഒതുക്കുക, രാത്രി വീണ്ടും വണ്ടി എടുക്കുക. റോയർമൗണ്ട്. നമുക്കിപ്പോൾ റോയർമൗണ്ട് ഓസ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇന്ന് കാലത്തിൽ ഓടെ ഇറക്കിയപ്പോൾ കാലത്ത് ഞാൻ 4:45 വണ്ടി എടുത്തു ബെൽജിയത്തിൽ നിന്ന്. എന്നിട്ട് 7:35 7:30 ആയപ്പോഴേക്കും നെതർലാൻഡ്സിൽ ആദ്യത്തെ ലോഡ് ഇറക്കുന്ന സ്ഥലത്തെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പലറ്റ് തിരിച്ചു കയറ്റാണ്ടായിരുന്നു. അങ്ങനെ അത് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും കമ്പനിയിൽ നിന്ന് കോൾ വന്നു, എന്തായി ലോഡ് ഇറക്കിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അവിടെ കിടക്കണത് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ലേറ്റായി കഴിഞ്ഞപ്പോഴാണ് വിളിക്കണേ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലറ്റ് തിരിച്ച് കയറേണ്ട കാര്യം അവർക്ക് അറിയില്ല. അത് കേട്ടപ്പോൾ തന്നെ അവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 5 മിനിറ്റിനകത്ത് തിരിച്ച് കൊണ്ടുപോകാനുള്ള ലോഡിൻ്റെ സംഭവിച്ചു. ഇന്ന് കാലത്ത് ഞാൻ ഈ റൂട്ട് വന്നതാണ്, ഈ സെയിം റൂട്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് 200 ചില കിലോമീറ്റർ ഞാൻ മുകളിലേക്ക് കയറി, അതേപോലെ തന്നെ 200 കിലോമീറ്റർ ഞാൻ തിരിച്ചിറങ്ങി കൊണ്ടുവരാം. ഏകദേശം ഒരു 450-500 കിലോമീറ്റർ അടുത്ത് മുകളിൽ കയറി ഇപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ലോഡ് കയറ്റാനായിട്ട്. അപ്പം ആദ്യത്തെ ലോഡ് ഇറക്കൽ കഴിഞ്ഞപ്പോഴായിരിക്കണം ഇവിടെയാണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ലോഡ് അയച്ചതാണ്. പിന്നെ അത് മാറ്റാൻ നിന്നില്ല അവർ. മാറ്റിയിട്ടില്ല എന്ന് വിചാരിക്കണേ. ഇല്ല. ഇവിടുന്ന് ഇനി ഒരു 6.7 കിലോമീറ്റർ. ഓക്കെ, 3:30 കഴിയുമ്പോൾ 20 ഔട്ട്. In 3 kilometers, take exit 20 Roermond Oost for N293 toward Roermond Oost, Herkenbosch. ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ റഡാർ ഉണ്ടായിരുന്നു. Después del túnel, toma la salida 20 a la derecha por la número 570. നമുക്ക് പോകേണ്ടത് റോയർമൗണ്ട്. ടണൽ കഴിയുമ്പോൾ ഔട്ട് അടിക്കണം 20. ഇനി ഈ സംഭവം 2 ദിവസം കഴിയുമ്പോൾ സ്പെയിനിൽ നെതർലൻഡ്സിൽ ഇറക്കാനുള്ള ലോഡാണ്.
ഏകദേശം ടണൽ കയറാറായി. ഇന്ന് കാലത്ത് ഈ റൂട്ടിലാണ് ഞാൻ വന്നിരുന്നു അപ്പുറത്തോടെ. അപ്പോൾ അവിടെ റഡാർ ഉണ്ടായിരുന്നു, 80 സ്പീഡ് ലിമിറ്റ്. GPS signal lost. Toma la salida 20 a la derecha por la número 570. ഇവിടെ നിന്ന് ഇനി നമുക്ക് In 500 meters, take exit 20 Roermond Oost for N293 toward Roermond Oost, Herkenbosch. റോയർമൗണ്ട്. Take exit 20 Roermond Oost. In 600 meters, use the left 2 lanes to turn slightly left onto the N293 ramp. ഇവിടെ നിന്നും ഇടത്തോട്ട് Use the left 2 lanes to turn slightly left onto the N293 ramp. Continue on N570 for 2 kilometers. 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലത്തോട്ട്. അത് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്ഥലത്ത്. ICU Medicals. രണ്ട് മണിക്കൂർ 3 മണിക്കൂർ എടുത്ത് 2.5 മണിക്കൂർ എടുത്ത് ഓടിക്കാം. അപ്പോൾ നമുക്ക് എന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അപ്പോൾ നമ്മൾ ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ബെൽജിയം കയറും. ബെൽജിയത്തിലേക്ക് കയറാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം സെക്യൂരിറ്റി വർക്കിംഗ് പറഞ്ഞാണ് ഈ പറഞ്ഞ സ്ഥലത്തൊന്നും ഈ പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. അപ്പം അതിലും ഭേദം വേറെന്തെങ്കിലും ആലോചിക്കുന്നതാണ്. En el semáforo, gira a la derecha, después mantente a la izquierda. In 300 meters, turn right onto Louis Pasteur Weg. ലൂയി പാസ്റ്റർ വെഗ്. ഐസിയുന്ന് എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്? ആ അതെ, UPS ആണല്ലോ ദൈവമേ. ഒരു ജാതി വൃത്തികെട്ട സംഭവമാണ്. Turn right onto Louis Pasteur Weg, then turn left onto Marie Curie Weg. Mantente a la izquierda. നമുക്കപ്പോൾ കറങ്ങി തിരിഞ്ഞു വരേണ്ടി വരും. ഇതാണ് ഈ പറഞ്ഞ Take the next left onto Marie Curie Weg. ഇതിലെ കയറാൻ പാടില്ല. In 200 meters, your destination will be on the right. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം Take the next left onto Ada Byron Weg. ഇവിടെ 5 മണി ഇരിക്കണ്ടല്ലോ. In 300 meters, turn left onto Albert Einstein Weg. നമ്മൾ ഇതിലെ വന്നിട്ട് അവർ പറഞ്ഞു ഇതിലെ ഇവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ.
ഈ റൂട്ടിൽ കൂടെ കയറാൻ പാടില്ല എന്നാണ്, ട്രക്കുകൾ കയറാൻ പാടില്ല. ഞാൻ Gira a la derecha en Albert Einstein Take the Way. next left Después onto gira a la Albert derecha Einstein por la Way. primera അത് calle. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. ഇതിലെ കയറരുത് എന്ന് പറഞ്ഞു. ഞാൻ കയറി. അതെന്തിട്ടാ കാരണം നമുക്കറിയില്ല. ഇവിടെ In 200 meters, turn left onto Marie Curie Weg. അത് ഇതിലേ പോയിട്ട് അതിലേ കൂടെ ഒക്കെ വരണം എന്നാണ് അവർ പറയുന്നത്. Take the next left onto Marie Curie Weg. കൂട്ടുകാരെ മേരി ക്യൂരി വെക്ക് ഇതന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലോഡ് കയറ്റിയത് ഇതിലായിരുന്നു. അപ്പം In 200 meters, your destination my will be God. on the left. ഇതാണോ എന്ന് സംശയമുണ്ട്. ഇതാണ് എന്ന് വിചാരിക്കണേ. നമുക്കറിയില്ല. നമുക്ക് എന്തായാലും ഇതിലൊന്ന് പോയി നോക്കാം. ബാക്കിയുള്ള വിശേഷം അവിടെ ചെല്ലുമ്പോൾ അറിയാം. Has ഇവിടെ llegado al എഴുതി വെച്ചിട്ടുണ്ടല്ലോ. destino. El muy അതെ, pastor no es ഇതെന്നെ bueno. ട്രക്ക്. El destino se encuentra a la izquierda. ട്രക്ക് ലൈൻ വലത്തത് ആയിക്കോട്ടെ കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ സ്ഥലം. Your destination is on the left. വിസിറ്റേഴ്സ് ഇവിടെ, ട്രക്ക് ലൈൻ അപ്പുറത്തോടെ. കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇതന്നെ ഈ പറഞ്ഞ സ്ഥലം. പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പൂരിപ്പിച്ച് കൊടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും